എൻ്റെ പേര് ജോളി. ഇതെൻ്റെ ഭാര്യ ഷൈബി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 21 വർഷമായി. ഞങ്ങൾക്ക് 6 മക്കളാണ്. മൂത്ത മകൻ ആംഫിയോൺ, അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവന് 13 വയസ്സ്. രണ്ടാമത്തെ മകൻ ഫെലിക്സ്, അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവന് 10 വയസ്സ്. മൂന്നാമത്തത് മകളാണ്, അവൾ ആൻമേരി, അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവൾക്ക് 8 വയസ്സ്. നാലാമത്തെ ഞങ്ങൾക്ക് മകൻ അലക്സിസ് എന്ന് പേര്, അവൻ UKGയിൽ പഠിക്കുന്നു, 5 വയസ്സ്. അഞ്ചാമത്തേത് ജോസഫ്, അവനിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞു. പിന്നെ ഒരു കുഞ്ഞുവാവയാണ്, 6ാമത്തേത് 10 മാസമായി വാവയ്ക്ക്. ഡാനിയൽ എന്നാണ് മോൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ഓരോ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോൾ ഭൗതികമായൊരു വളർച്ച ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പക്ഷേ ആത്മീയമായി ഞങ്ങൾക്ക് ഒത്തിരി വളരാനായിട്ട് സാധിച്ചു. ഞങ്ങളുടെ ഇല്ലായ്മയുടെ ഇടയിലും വെച്ച് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനും പക്ഷെ ഒരു ആത്മധൈര്യം തന്നെ കിട്ടാണ്. ഇപ്പോൾ 4ാമത്തെ കുഞ്ഞൊക്കെ ആയിരുന്നു, ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ചേട്ടന് ഉണ്ടായിരുന്ന പത്രം കുറയുകയാണ് ചെയ്തത്. പക്ഷെ ആ സമയത്തും പിന്നീട് ഞങ്ങൾക്ക് 5ാമത്തെ കുഞ്ഞുണ്ടാവണ്, 6ാമത്തെ കുഞ്ഞുണ്ടാവണ്. പക്ഷെ അവിടെ ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവേൻ എന്ന് പറയുന്നത് അത് ശരിക്കും ആ വചനം ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയും അതിനനുസരിച്ചുള്ള സാമ്പത്തിക ഉയർച്ച, ജോലിയിൽ കയറ്റം എന്നൊക്കെ പറയും. ഞങ്ങളെ സംബന്ധിച്ച് ഞാനൊരു പത്ര ഏജൻ്റാണ്. അതിലങ്ങനെ സ്റ്റേബിളായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. കൊറോണ കാലം വന്നപ്പോൾ ഷൈബി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പത്രം കുറഞ്ഞു പോവുകയാണ് ചെയ്തത്. 100ഓളം പത്രം ആ കാലഘട്ടത്തിൽ കുറഞ്ഞു പോയി. എങ്കിലും പിടിച്ചു നിന്നു. ഈശോ അതിൽ നിന്നൊക്കെ കരകയറ്റും എന്നുള്ളൊരു ധാരണയിലാണ് മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഈശോ തന്നിരുന്നത്. നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കുന്ന സുരക്ഷിത കാലഘട്ടം എന്നൊക്കെ പറയുമല്ലോ ആൾക്കാർ. അങ്ങനെയുള്ള സമയം നോക്കിയൊക്കെയുള്ള സ്നേഹം പങ്കുവയ്ക്കുന്ന നിമിഷങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരാൻ തയ്യാറാവുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ സ്വീകരിക്കാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല. അതൊക്കെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ സ്വീകരിച്ചിരുന്നത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരെ വിളിക്കുമ്പോൾ കുർബാനയ്ക്ക് പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എത്ര വലിയ ഉറക്കാണെങ്കിലും അവർ ചാടി നിൽക്കുന്നൊരു രീതിയാണ് കുഞ്ഞുങ്ങൾ കാണാറ്. കഴിയുന്ന ദിവസം കുഞ്ഞുങ്ങളെ കൊണ്ട് കുർബാനയ്ക്ക് പോകാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അവർ കുഞ്ഞുങ്ങളായി എന്തെങ്കിലും അസുഖം മൂലമൊക്കെ ചിലപ്പോൾ ഞങ്ങൾ പോവാതിരിക്കാറുണ്ട്. അതുപോലെ തന്നെ സൺഡേ കാറ്റീസിന് പോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടം തന്നെയാണ്. ഇതുവരെ മൂത്ത കുട്ടി മാത്രം ഇന്നിപ്പോൾ അവൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഈ 8 വർഷത്തിനിടയിൽ ഒരു ദിവസം മാത്രമാണ് മൂത്ത കുട്ടി മുടങ്ങിയിട്ടുള്ളൂ കാറ്റീസത്തിന്. ബാക്കി ആരും തന്നെ ഇതുവരെ കാറ്റീസത്തിന് മുടങ്ങാതെ എല്ലാ ക്ലാസ്സിലും പോയിരുന്നു. ഇപ്പോൾ UKG പഠിക്കുന്ന കുട്ടി ശരിക്കും പറഞ്ഞാൽ ഇത് 3ാമത്തെ വർഷമാണ് കാറ്റീസം ക്ലാസ്സിൽ പോണത്. 2 വർഷം അവൻ കാറ്റീസം നഴ്സറി ക്ലാസ്സിലിരുന്നു. അപ്പോൾ ഈ വർഷം അവൻ 1ാം ക്ലാസ്സിലിരുന്നു. അപ്പോൾ കാറ്റീസത്തിനൊക്കെ ഇപ്പോൾ ഒത്തിരി സന്തോഷമാണ്. അതുപോലെ കുർബാനയിൽ പങ്കെടുക്കാനും ഒത്തിരി ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളായിട്ടാണ്. കർത്താവു നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമർത്തി നൽകും, അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. നട്ടു നനച്ചൊരു പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ നീയായിത്തീരും തേൻ അരുവി പോലെ. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് നേരം ഈശോയുടെ മുന്നിലിരിക്കും. 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഓൺലൈൻ ഗ്രൂപ്പിലൊരു ആരാധനയുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ ആരാധനയിൽ ഇരുന്നിട്ടായിരിക്കും
ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്യൽ കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളെ 6 മണിക്ക് രണ്ടുപേരും എഴുന്നേറ്റ് പള്ളിയിലേക്ക്, ക്രൈസ്റ്റ് പള്ളിയിലേക്ക് രണ്ടുപേരും വിടും. പിന്നെ കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് ചിലപ്പോൾ അപ്പയ്ക്ക് ഒരാൾ എഴുന്നേറ്റ് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും എടുത്ത് അവനെ പാല് കൊടുത്ത് ഉറക്കിയതിന് ശേഷമായിരിക്കും വീണ്ടും അടുക്കളയിലേക്ക് കയറാം. അതിനുശേഷം അവരെ പെട്ടെന്ന് സ്കൂളിലേക്കുള്ള കാര്യങ്ങളായി. അപ്പോഴേക്കും ചേട്ടൻ ജോലി കഴിഞ്ഞ് ഒരു 8:30 കൂടി ചേട്ടൻ വീട്ടിലെത്തും. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ണിനെ ചേട്ടൻ ഹാൻഡിൽ ചെയ്തോളും. അപ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ, ഭക്ഷണം കൊടുക്കൽ കാര്യങ്ങളായിട്ട് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി തിരക്കുള്ള സമയം തന്നെയാണ് ഇവരെ. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്താ പറയുക, വീട്ടിൽ നിന്ന് ഒരു 9-10 ആയിട്ട് ഇറങ്ങിയാൽ മതി കുഞ്ഞുങ്ങൾക്ക്. സ്കൂൾ അടുത്തായതുകൊണ്ട് അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ഉണ്ട്. ചെറുതായിട്ടുള്ളൊരു പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചൊരു സാമ്പത്തികത്തിൻ്റെ പ്രശ്നമാണ് എങ്കിൽ കൂടി ഈശോ അതെല്ലാം വളരെയധികം ക്രമീകരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾക്ക് മറ്റു ചില സഹായങ്ങളൊക്കെ കിട്ടുന്നതും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. സാമ്പത്തികം ഞങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ കുട്ടികളിപ്പോൾ എന്താവശ്യപ്പെട്ടാലും ഞങ്ങൾക്ക് അപ്പോഴൊന്നും ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കാനൊന്നും സാധിച്ചൊന്നും വരില്ല. എന്നാലും ഞങ്ങളുടെ പരിഗണനയിൽ വെച്ചിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ സംഗതികളൊക്കെ ചെയ്തു കൊടുക്കുക. സാമ്പത്തികം ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം ഞങ്ങൾ സമ്പത്തിന് വേണ്ടി ഉണ്ടായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് ആഗ്രഹിച്ച ഒരു ഫാമിലി ദമ്പതികളല്ല ഞങ്ങൾ. കുഞ്ഞുങ്ങൾ ഒരു വഴിക്ക് ഈശോ തരണവരെല്ലാം സ്വീകരിച്ചു. സമ്പത്തിൻ്റെ കാര്യം പിന്നീട് ഈശോ നോക്കും എന്നുള്ളൊരു കണക്കൂട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. മൊബൈൽ ഞങ്ങൾ വളരെയധികം കൺട്രോൾ ചെയ്തിട്ട് ഞങ്ങൾ സ്വയം ഉപയോഗിക്കുന്നത്. അത്യാവശ്യത്തിന് മാത്രമാണ് സോഷ്യൽ മീഡിയയ്ക്കും ഉപയോഗിക്കാറുള്ളൂ. കാരണം ഞാനൊരു പത്രേജൻ്റ്, അതിൻ്റെ പേരിൽ ഒരുപാട് പേര് വാട്സാപ്പിലൂടെയും മറ്റും സന്ദേശങ്ങൾ അയക്കുകയും അത് നോക്കേണ്ട ആവശ്യമൊക്കെ എനിക്ക് വരുന്നുണ്ട്. പിന്നെ എൻ്റെ ബില്ലുകളും ഒത്തിരി എണ്ണം വാട്സാപ്പിലൂടെയാണ് വിടുന്നത്. അവരൊക്കെയും ഓൺലൈനിലായിട്ടാണ് പൈസ അയക്കുന്നതൊക്കെയും. അപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലാതെ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് കൺട്രോൾ ചെയ്തിട്ടാണ് വളരെയധികം ഉപയോഗിക്കാറ്. വൈഫും അങ്ങനെ തന്നെ. സ്ക്രിപ്ചർ പഠിക്കാനായിട്ട് ഞങ്ങൾ ഫോണിൻ്റെ ഉപയോഗം അവർക്ക് കൊടുക്കാറുണ്ട്. മൂത്ത 3 കുഞ്ഞുങ്ങളും ഓൺലൈൻ വഴി സ്ക്രിപ്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ് വെച്ചിട്ട് 1 അവർ അവർക്ക് സ്ക്രിപ്ചർ പഠിക്കാനായിട്ടൊരു അവസരം ദൈവാനുഗ്രഹം കൊണ്ടത് സാധിക്കാറുണ്ട്. ഏഞ്ചൽസ് ആർമി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ കീഴിലാണ് കുഞ്ഞുങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അധികമായിട്ട് ആധ്യാത്മികമായ ടോക്കുകൾ കേൾക്കാനാണ് ഞങ്ങൾ ഈ നവ മാധ്യമങ്ങളെല്ലാം ഉപയോഗിക്കാറ്. പക്ഷേ എങ്കിൽ കൂടി കുട്ടികൾക്ക് അതിൽ നിന്നും വിഭിന്നമായി ഇതിൽ യൂട്യൂബ് നോക്കാനും ഫേസ്ബുക്കിലേക്ക് കടന്നു പോകാനും ഒക്കെ ഉള്ളൊരു അഭിവാഞ്ച അവർക്ക് ഉണ്ട്. പക്ഷെ ഞങ്ങളത് നിയന്ത്രിക്കാറുണ്ട്. എന്നാൽ പൂർണ്ണമായും നമുക്ക് സാധിക്കില്ല. കാരണം അവരുടെ തരത്തിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ വീടുകളിലുള്ള ഉപയോഗത്തെക്കുറിച്ചൊക്കെ അവർ കേട്ടറിവ് കൊണ്ട് അവർ പറയും, ആ കുട്ടി ഉപയോഗിക്കുന്നു, ഈ കുട്ടി ഉപയോഗിക്കുന്നു, അപ്പം നിങ്ങൾക്ക് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പ്രശ്നങ്ങളുള്ളതിൻ്റെ പേരിൽ കൂടുതൽ സങ്കീർണമാവാതിരിക്കാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ നിർബന്ധരാവുകയാണ്. കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഞങ്ങളൊരു 7:30-ക്കും 8 മണിക്കുള്ളിൽ കൃത്യമായിട്ട് കുടുംബ പ്രാർത്ഥന നടത്തും. ചില ദിവസങ്ങളിലൊക്കെ മക്കൾ വിശുദ്ധന്മാരെ പോലെ ഫുൾ ടൈം കൈകൂട്ടി പിടിച്ച് നിന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് കണ്ടാൽ ഞങ്ങൾക്ക് തന്നെ അതിശയം തോന്നും. ഭയങ്കര തീഷ്ണതയോട് കൂടിയിട്ട്. എല്ലാ ദിവസമൊന്നുമില്ല, ചില ദിവസങ്ങളിലൊക്കെ അവർക്കൊരു ആവേശം കാരണം ദിവസങ്ങളിലൊക്കെയും ഫുൾ ടൈം മുട്ടൂത്തി നിന്ന് കൈ കൂട്ടിപ്പിടിച്ച് നിന്ന്, അത് കുർബാനയ്ക്ക് പോകുമ്പോഴും അവരൊക്കെ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യും. ഞങ്ങളെപ്പോഴും വിചാരിക്കും, ദൈവമേ എന്നും കുട്ടികളെ ഇങ്ങനെയായിരുന്നെങ്കിലും എന്ന് വിചാരിക്കും.
അതുപോലെ എൻ്റെ രണ്ടാമത്തെ മകൻ ഫെലിക്സ് 3ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 4ലേക്ക് ജയിച്ച സമയത്താണ് അവൻ്റെ ആദ്യ കുർബാന സ്വീകരണം നടത്തുന്നത്. അവൻ അത്രയും തീഷ്ണതയുള്ളൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് പ്രത്യേകമായിട്ട് വികാരിച്ചിൻ്റെ എന്തൊക്കെ പെർമിഷൻ മേടിച്ചുകൊണ്ട് ഞങ്ങൾ അവൻ്റെ ആദ്യ കുർബാന നടത്തി, വളരെ നേരത്തെ നടത്തി. എന്നിട്ട് ഇപ്പോൾ അവൻ 6ാം ക്ലാസ്സിലേക്ക് ആയിട്ടാണ്. ഈ 6ാം ക്ലാസ്സിലേക്ക് ഈ കുർബാന സ്വീകരണം കഴിഞ്ഞ് ഇത്രയും നാളിനിടയിൽ ഒറ്റ കുർബാന അവൻ മുടക്കിയിട്ടില്ല. അവനതുപോലെ ഓൾട്ടർ ബോയ് ആണ്. മൂത്താളും ഓൾട്ടർ ബോയ് തന്നെയാണ്. എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഇതുപോലെ തന്നെ സ്കൂളിലേക്ക് അവർ പോണ സമയത്ത് പ്രാർത്ഥിച്ച് സംരക്ഷണ 91ാം സങ്കീർത്തനം ചൊല്ലി അവരെ കൈവച്ച് ബ്ലസ് ചെയ്തിട്ടൊക്കെയാണ് സ്കൂളിലേക്കൊക്കെ വിടാം. പിന്നെ സ്കൂളിൽ ചെന്നാലും ഞാൻ അവർക്ക് വേണ്ടി ഒരു നിമിഷം അവിടെ ഒന്ന് പ്രാർത്ഥിക്കും. വാർഷിക ധ്യാനത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി പോവാറുണ്ട്, ഇടവകയിൽ നടക്കുന്നത്. അതല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയോട് ചേർന്ന് ഞങ്ങൾ കപ്പിൾസ് മിനിസ്ട്രി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ രൂപതയുടെ കീഴിലുള്ള ഒരു മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മാസത്തിലൊരിക്കൽ ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളടക്കം ഒരുമിച്ച് കൂടുകയും അവിടെ തന്നെ ഞങ്ങൾക്ക് കപ്പിൾസിന് മാത്രമായിട്ടൊരു ഗ്രൂപ്പും അതിലെ കുഞ്ഞുങ്ങൾക്കായിട്ട് അവർക്ക് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളായിട്ട് വേറൊരു ഗ്രൂപ്പും. അപ്പോൾ അവരും ദൈവത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു അവസരം കൂടിയാണ് അവർ ഇതിന് പോകുമ്പോണ്ടാവുന്നത്. അതുപോലെ മാസത്തിലൊരിക്കൽ ഞങ്ങളുടെ രൂപതയിലെ എല്ലാവരും കൂടി കൂടുന്നൊരു ആരാധനയും ജപമാലയൊക്കെ ആയിട്ട് മാസത്തിലൊരിക്കൽ കൂടും. അപ്പോൾ അതിനും മക്കളെ എല്ലാവരും കൂട്ടി എല്ലാ മാസവും ഞങ്ങൾ പങ്കെടുക്കും. പിന്നെ ഡെയിലി ബൈബിൾ വായന, പിന്നെ സ്ക്രിപ്ചർ പഠിച്ചപ്പോൾ ഞാനൊരു 2 വർഷമായിട്ട് സ്ക്രിപ്ചർ പഠിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കഷ്ടതയോട് തുലനം ചെയ്യുമ്പോൾ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് പോവുകയാണെങ്കിലും നമ്മൾ ഉന്നതത്തിനുള്ളവയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മുടെ ജീവിതമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടാവുന്ന ഒത്തിരി സഹനങ്ങളും കാര്യങ്ങളും ചില സമയത്ത് നമുക്ക് തോന്നും. കുഞ്ഞുങ്ങളുടെ കുറുമ്പവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥ, ഒരാളുടെ മാറുമിക്ക് അടുത്ത ആൾ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉള്ളിലൊരു വിഷമവും കാര്യങ്ങളൊക്കെ തോന്നുമെങ്കിലും വീണ്ടും ദൈവത്തിലേക്ക് എന്നെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഞങ്ങളുടെ ഈ ആത്മീയ കൂട്ടായ്മയും ഒക്കെ ഒരു പ്രചോദനം തന്നെയാണ്. പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ 2 ചേച്ചിമാരും ഒരു ആങ്ങളെയാണ് ഉള്ളത്. അതിലൊരു ചേച്ചിയും അപ്പനമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിലന്ന്. ഒരു പച്ചയും മജന്തയും കളറായിട്ടുള്ള ഒരു ചുരിദാറാണ് അന്ന് ഇട്ടിരുന്നത്. അത് ചേട്ടനും എൻ്റെ ഒരു കസിൻ ബ്രദറും കൂടിയാണ് അന്ന് വന്നിരുന്നത്. ചേട്ടനൊരു ഗ്രീൻ കളറുള്ളൊരു ഷർട്ടും പാൻറ്റും ആയിരുന്നു അന്ന് ഇട്ടിരുന്നത്. അവൾ വളരെ സ്നേഹസമ്പന്നയാണ്. സ്നേഹസമ്പന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളോടും എന്നോടും അപ്പച്ചനോടും ഒക്കെയും ഒരുപോലെയാണ്. അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരോടും അവളുടെ വീട്ടുകാരോടും എല്ലാം ഒരു സമദൂരം പാലിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ചേട്ടൻ നല്ല കെയറിങ് ആണ്, കാം ആൻഡ് ക്വൈറ്റ് ആണ്. മക്കളായാലും വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു പരിപാലനയും, വളരെ ശാന്തശീലനായാണ്. സാധാരണഗതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറില്ല. വളരെയധികം അഡ്ജസ്റ്റ്മെൻറ്റുകളോടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരാൾ എന്തെങ്കിലും ഭാഗത്തൊരു ഫോൾട്ട് ഉണ്ടെങ്കിൽ ഒരാൾ ചൂടായാൽ മറ്റാൾ സൈലന്റ് ആണ് അവിടെ. ഇപ്പോൾ രണ്ടുപേരും ഇടയ്ക്ക് ദേഷ്യപ്പെടും, പക്ഷെ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റാൾ ഒന്നും മിണ്ടില്ല. ഞാനൊരു പ്രശ്നം എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഷൈബി വളരെയധികം സംയമനം പാലിക്കുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അങ്ങനെ പിണക്കങ്ങൾക്ക് ആയുസ് കുറവാണ് ഞങ്ങളുടെ ഇടയിൽ. പാരൻസിന് ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അവർ വാശി പിടിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും ദമ്പതികൾ ഉടനെ തന്നെ തനിച്ച് താമസിക്കണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് മാറി താമസിക്കുന്നത്.
ഞാൻ വിവാഹത്തിന് മുന്നേ തന്നെ അപ്പച്ചനും അമ്മച്ചിയുമുള്ള ഒരു ഭവനത്തിൽ വന്ന് ചേരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ ഇവിടെ അപ്പച്ചനും അമ്മച്ചി ഉണ്ടായിരുന്നു. ഇപ്പം അമ്മച്ചി മരിച്ചിട്ട് 5 വർഷത്തോളമായത്. ഇപ്പം അപ്പച്ചൻ്റെ ഒരു കെയറിങ്, ഇപ്പം ഞാൻ രാവിലെ ഉണ്ണി കരയുന്ന സമയത്തൊക്കെ അപ്പച്ചനാണ് തൊട്ടിൽ. അപ്പച്ചന് എടുക്കാനൊന്നും പറ്റില്ല, അപ്പച്ചൻ ടയേർഡാണ്, രോഗിയാണ്. പക്ഷേ എന്നാലും അപ്പച്ചൻ വേഗം ഉണ്ണിനൊന്ന് തൊട്ടിലൊക്കെ ഒന്ന് ആട്ടി കൊടുക്കും. അതിലേറ്റവും ഉപരിയായിട്ട് അപ്പച്ചൻ്റെ ബ്ലെസ്സിങ് മക്കൾക്ക് വേണ്ടി കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എന്നും അപ്പച്ചൻ മക്കളെ മടിയിലിരുത്തുക, അവരുടെ ആവശ്യങ്ങൾ എന്താണ് അത് ഈശോയോട് പറയാനായിട്ട് ശ്രമിക്കും. ഒന്ന് ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരുടെ സംരക്ഷണം, അവരുടെ പ്രാർത്ഥന ഒക്കെ ഒത്തിരി കൂടുതലായിരിക്കും. ചിലപ്പോൾ അവരുടെ ചില സ്വഭാവങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം ചില സഹനങ്ങളെല്ലാം നമുക്ക് നന്മയ്ക്കായിട്ട്, അതിലുപരി നമുക്ക് വേണ്ടി ഒരു നന്മ അവിടെ ഈശോ കാത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അവളുടെ വൈഫിൻ്റെ വീട്ടിലേക്കും മറ്റു ബന്ധുവീടുകളിലേക്കും അത്യാവശ്യ ചടങ്ങുകൾക്കും മാത്രമാണ്. അത് ഞങ്ങൾ മുടക്കാറില്ല. ആര് ഞങ്ങൾ വിളിച്ചാലും ഞങ്ങൾ ആഘോഷമായിട്ട് പോകാറുണ്ട്. ഞങ്ങൾ കൂടുതൽ കുഞ്ഞുങ്ങളായിട്ട് എൻ്റെ വീട്ടിലേക്കും പിന്നെ ഞങ്ങൾ പള്ളിയിലേക്കും, അതല്ലാതെ ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള യാത്ര ഒരു വർഷത്തിലൊരിക്കൽ ഞങ്ങളൊന്ന് ബീച്ചിലേക്ക് മക്കളെല്ലാവരും കൂടി പോകും. ഇവൻ ഞാൻ ന്യൂസ് പേപ്പർ ഏജൻ്റ് അതിൻ്റെ പേരിൽ ഒരുപാട് വണ്ടി ഓടിക്കണം. ഏകദേശം ഒരു 40-50 കിലോമീറ്റർ ഇടയിൽ ദൂരം പത്രം ഇടാനായിട്ട് മാത്രം ഓരോ ദിവസം വണ്ടി ഓടിക്കേണ്ടി വരും. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു കരണക്കൊന്ത, പിന്നെ ജപമാല, ഇതൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ചൊല്ലിക്കൊണ്ടാണ് മുന്നോട്ട് പോവുക. സ്വർഗീയമായ അപ്പച്ചനെ അറിയാം നിങ്ങൾക്ക് എന്താണ് എപ്പോഴാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അത് ഈശോയുടെ മുന്നിലേക്ക് പറയും. ഇന്നൊരു കാര്യമാണ്, ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നെ. ഈശോ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ ലഭിക്കണമെങ്കിൽ നമ്മൾ വിവാഹ ജീവിതം ആഗ്രഹിക്കുക വേണം. എന്നാലാണ് നമ്മളിലേക്ക് ദൈവം ആ ഒരു പങ്കാളിയെ കൊണ്ടെത്തിക്കുകയുള്ളൂ. ഒരിക്കലും ഉള്ളിൽ ആഗ്രഹിക്കുന്നില്ല വിവാഹത്തിലേക്ക് കടന്നു വരണമെന്ന്. എന്നാൽ അവർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമായിട്ട് വിവാഹം ആലോചിക്കുന്ന ഒരു സാഹചര്യം പലരിലും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ വിവാഹം നടക്കാത്തത്. വിവാഹത്തിന്റെ പ്രായം കൂടും തോറും മക്കൾ ഉണ്ടാവാനുള്ള പ്രായം കൂടും, കോംപ്ലിക്കേഷൻ കൂടും, മക്കൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറയും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതൊന്നും കുട്ടികളൊന്നും ആലോചിക്കുന്നില്ല. അവരെങ്ങനെ ഫിനാൻഷ്യൽ സെറ്റിലായിട്ട് അല്ലെങ്കിൽ എൻ്റെ ജോലിയൊന്നും സെറ്റിലായിട്ട് കരിയറിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. നമുക്ക് ജീവിക്കാനായിട്ടാണ് നമ്മൾ കരിയറിനെ കാണേണ്ടത്. സത്യനമ്മ പൂരിത നിന്നോട് കൂടെ നാഥനം സ്ത്രീകളിൽ അനുഗ്രഹീത നിനക്കുമാരനേശു പാപരാഗതയായ മേരി തമ്പുരാന്റെ അമ്മനെ പാപികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എപ്പോഴും. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വപ്നം ജെറൂസലം യാത്ര നടത്തണം എന്നുള്ളതാണ്. പക്ഷെ അത് ഇപ്പോഴൊന്നും അടുത്തൊന്നും സാധിക്കില്ല. ഞങ്ങൾ അതിനുള്ള സാമ്പത്തിക ഭദ്രതയും വേണം. പക്ഷെ ഞങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് എല്ലാവരും കൂടിയിട്ട് കുർബാനയ്ക്ക് പോകുന്ന ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നോമ്പ് കാലത്ത് ഞങ്ങൾ മിക്ക നോമ്പിലും എല്ലാ ദിവസവും തന്നെ 50 ദിവസവും കുർബാനയ്ക്ക് പോകും.
ഇപ്പോൾ ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം അപ്പച്ചനൊക്കെയും ഈ 50 ദിവസം കുർബാനയ്ക്ക് വരാൻ ഞങ്ങളുടെ കൂടെ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ 25 നോമ്പിലും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനുള്ള ശ്രമം നടത്തും. കാറ്റിസം മുടക്കരുതെന്ന് പറയും. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് പ്രേക്ഷിത പ്രവർത്തനവും മറ്റുള്ളവർക്ക് മാതൃകയായിട്ടുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഒരു ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്നില്ല. അതായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ ഒത്തിരി കാത്തിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന മാസങ്ങളും കാലഘട്ടങ്ങളായിരുന്നു ആദ്യത്തെ 6 വർഷം. തമ്പുരാനൊരു സമയമുണ്ട്, നമുക്ക് എന്ത് എപ്പോൾ തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത്, തരുന്ന സമയത്ത് സന്തോഷപൂർവ്വം കൈനീട്ടി സ്വീകരിക്കുക, നോ പറയാതിരിക്കുക, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക. കാരണം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്. അവരുടെയൊക്കെ സങ്കടത്തിന്റെ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളെ കിട്ടിയാലും നമുക്കത് സ്വീകരിക്കാൻ തന്നെ സാധിക്കും. പുതിയ തലമുറയിൽപ്പെട്ട ദമ്പതികൾക്കൊരു ചിന്തയുണ്ട്. നമ്മുടെ ജീവിതം ഒരു സെറ്റപ്പായിട്ട് നല്ല ജോലി ലഭിച്ചിട്ട് ഒരു സാമ്പത്തിക ഭദ്രത വന്നതിന് ശേഷം ആദ്യത്തെ കുഞ്ഞുമായി എന്നുള്ളൊരു ചിന്തയിൽ പോകുന്ന ഒരുപാട് ദമ്പതികളെ കണ്ടിട്ടുണ്ട്, മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ജോലി സെറ്റപ്പ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടായതിനു ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരുപക്ഷെ ആ സമയത്ത് കുഞ്ഞുങ്ങളെ കൊടുത്തൊന്നും വരില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ ഈശോ തരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക. അത് എത്ര കുഞ്ഞുങ്ങളെയും സ്വീകരിക്കുക. അതിനുശേഷം ഈശോ ദൈവം തന്നെ സാമ്പത്തിക ഭദ്രതയും ജോലിയും ഒക്കെ പുറകെ തന്നുകൊണ്ടും. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിൽ 6 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊന്നുമില്ല നേരത്തെ. 6 വർഷം കഴിഞ്ഞപ്പോൾ അവസാനം ഞങ്ങൾ തീരുമാനമെടുത്തു, കുട്ടികളായിട്ട് കൂടുതൽ ഇടപഴകാൻ വേണ്ടിയിട്ട് കാറ്റിസം എടുക്കാനായിട്ട് പോകണം എന്നുള്ളൊരാഗ്രഹം ഉള്ളിൽ വന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു മാഷിനോട്, ക്രൈസ്റ്റിലത്തെ മാഷിനോട്, ജിയോ മാഷിനോട് മറ്റൊരു മാഷിനോട് പറഞ്ഞു വെച്ചിരുന്നു, എനിക്ക് അവിടെ ചാൻസ് വരാണെങ്കിൽ പറയണം കേട്ടാ. അപ്പോൾ മാഷ് ഓക്കെ പറഞ്ഞു. ഏകദേശം പറഞ്ഞിട്ടൊരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ മാഷ ഒരു സന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോളി നാളെ നീ പുതിയ അധ്യാപന വർഷം തുറക്കാണ് കേട്ടാ, നാളെ വന്നോളൂട്ടാ. കാരണം ഞാൻ ഈ വർഷം തൊട്ട് കാറ്റിസത്തിനില്ല, ഞാൻ അമേരിക്കയിൽ പോവാണ്, എനിക്ക് പകരം നീ കയറിക്കോന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ വർഷം അവിടെ കാറ്റിസം പഠിപ്പിക്കാൻ കയറി. ഞാൻ പോകണമെന്ന് കേട്ട് ഞാൻ തലേദിവസം ഷൈബിയോട് ചെന്ന് പറഞ്ഞപ്പോൾ ഷൈബ് പറഞ്ഞു, അപ്പോൾ പിന്നെ ഞാനെന്തിനാ ഇവിടെ വെറുതെ കുത്തിരിക്കണേ, ഞാനും വരണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ കൂടെ വന്നു. അപ്പം ഞങ്ങൾക്ക് കുട്ടികളായിട്ട് കൂടുതൽ ഇടപെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളങ്ങനെ പോയത്. എല്ലാറ്റിലും ഉപരിയായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങളെ ചെയ്തിരുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വെക്കേഷനൊക്കെ വരുമ്പോൾ എല്ലാ ബന്ധു വീടുകളിലും പോയിട്ട്, വൈഫിൻ്റെ 2 ചേച്ചിമാരുണ്ട്, അവിടെ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ എൻ്റെ വല്യപ്പച്ചൻ്റെ വീട്ടിൽ വല്യപ്പച്ചൻ്റെ മോന് കുഞ്ഞുണ്ട്, എൻ്റെ പെങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി വിളിച്ചിങ്ങനെ പോയിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾ ഇന്ന ദിവസം വരും, കുഞ്ഞിനെ വിടണട്ടാന്ന് പറയും. ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 1-2 പേരോ അങ്ങനെ ഏകദേശം ഒരു 10-12 പേരൊക്കെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത്, വേണ്ട കാര്യത്തിന് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസരത്തിലാണ് കേട്ടോ, ഒറ്റ കുഞ്ഞു പോലും ഞങ്ങൾക്ക് അന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ വീടുകളിലൊക്കെ പോയിട്ട് കൊണ്ടുവന്ന് അവരെ നോക്കി, അവരെ സന്തോഷിപ്പിച്ച്, അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഐസ്ക്രീം, പാർക്കിൽ കൊണ്ടുപോവുക, അതൊക്കെ ചെയ്ത് അവസാനം അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്ന ഞങ്ങൾ കുഞ്ഞുങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈശോ നൽകിയ കുഞ്ഞുങ്ങളെ എല്ലാം ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായത്. കൂടുതൽ മക്കളെ സ്വീകരിക്കുമ്പോൾ ആ ഭവനത്തിൽ നമ്മൾക്കൊരു സന്തോഷം കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ 2 മക്കളുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ച് അവർ 2 പേരും ഒരു മൊബൈൽ, അല്ലെങ്കിൽ അമ്മമാർ അവരുടെ ജോലികൾ കഴിഞ്ഞു അവരും ഒരു ഫോണിൽ, അതിൽ നിന്നും ശരിക്കും പറഞ്ഞ ഒരു സന്തോഷം അവർക്ക് പൂർണ്ണമായി അവർക്ക് കിട്ടില്ല. കുഞ്ഞുങ്ങൾ കളിയും ചിരിയും അവരുടെ തല്ലുകൂട്ടും വഴക്കും അതൊക്കെ അവർ തമ്മിൽ തന്നെയുള്ളൊരു പ്രശ്നങ്ങളെ നമ്മൾ അധികം അവരിലേക്ക് അത് ഇടപെടാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ തന്നെ അവിടെ അത് തീർത്ത് ഒരു പ്രശ്നത്തിന് അവർ തന്നെ അവിടെ പരിഹാരം കണ്ടുകൊള്ളും. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7ാമത്തെ വർഷമാണ് മോനുണ്ടാവുന്നത്. 7 വർഷത്തിൻ്റെ ഇടയിൽ വളരെ സംഭവബഹുലമായ വർഷങ്ങളാണ് ബാക്കിയുള്ള കഴിഞ്ഞുപോയ 6 വർഷങ്ങളുണ്ടായത്. 1 വർഷത്തിന് മുൻപ് തന്നെ ഡോക്ടറെ കാണുകയും അതിനുശേഷം ഒരുപാട് ചികിത്സകൾ നടത്തുകയും ചെയ്തു. ഒരു 4-5 ഡോക്ടർമാരെ കാണേണ്ടി വന്നു. അവരൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല,
മക്കളുണ്ടാവാൻ തടസ്സമൊന്നും കാണുന്നില്ല. പക്ഷെ എന്ത് ചെയ്താൽ മക്കളുണ്ടാകുന്നില്ല. വൈദ്യശാസ്ത്രം പറഞ്ഞത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശാസ്ത്രത്തിനും ദൈവത്തിന്റെ ആ തിരുരക്തം ഒഴുക്കി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞിന്റെ ഉണ്ടാവുന്നത്. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായത്, 6ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നി, ഈശോയെ മക്കളെ നീ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോന്ന് തരുന്നുണ്ട്. ഇപ്പോൾ 6ാമത്തെ ആളാണ് കൺസീവ് ആയിട്ടിരിക്കുന്നത്, ഗർഭിണിയായിരിക്കുന്നത് എൻ്റെ ഭാര്യ. ഞാൻ എന്താ ചെയ്യുക? എനിക്ക് വരുമാനത്തിൽ അങ്ങനെ കൂടുതലൊന്നും കാണില്ല. അപ്പം ഞാൻ പറയുകയാണ് ഈശോനോട്, ആരാധനയിൽ പറഞ്ഞു, എനിക്കൊരു 100 പത്രം കൂട്ടിത്തരണം, എന്നാലോ വണ്ടിയൊന്നും കൂടുതൽ ഓടിക്കാൻ പറ്റില്ല. ഈ പ്രാർത്ഥന ഈശോ കേൾക്കുകയാണ്. 1 വർഷത്തിനുള്ളിൽ ഞാൻ പോകുന്ന ഈ റൂട്ടിൽ വെറും ഒരു 1.5 കിലോമീറ്റർ മാത്രം കൂടുതൽ വണ്ടി ഓടിക്കേണ്ടി വന്നുള്ളൂ. ഈശോ ഒരുക്കി തന്നുള്ളൂ 100ഓളം പത്രങ്ങൾ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 പത്രക്കാർ ജോലിക്ക് കിട്ടിപ്പോയി, അവർ പത്രം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്നോട് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പല മാർഗങ്ങളിലൂടെയാണ് ഈ ലൈനിൽ, ഞാൻ പോകുന്ന ലൈനിൽ തന്നെ എനിക്ക് പത്രങ്ങൾ തന്നു. അപ്പോൾ ഈശോയ്ക്ക് അറിയാം നമ്മുടെ ആവശ്യങ്ങളല്ലാതെ. അപ്പോൾ ഈശോ അതൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കി തരും. അപ്പോൾ മറ്റുള്ള ദമ്പതികൾ പറയുന്നത്, നിങ്ങൾ കുട്ടികളെ ഈശോ തരുന്ന സമയത്ത് സ്വീകരിക്കാം, ബാക്കിയെല്ലാം ഈശോ പിന്നാലെ നിങ്ങൾക്ക് തന്നുകൊള്ളൂ.